all, welcome back to my channel. ഇന്നത്തെ ഫുഡ് ഹബിലെ നമ്മുടെ റെസിപ്പി ഒരു സിമ്പിൾ ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതേപോലെ അതിനെ മാരിനേറ്റ് ചെയ്തെടുക്കുന്ന മസാല ഒരു ഇച്ചിരി വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ഒട്ടും ബോറടിപ്പിക്കുന്നില്ല, ഒട്ടും വൈകിക്കുന്നുമില്ല. നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ഒരു 7 പീസ് ലെഗ് പീസ് ഇതാ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ, ഏത് പീസ് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ, ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം ഒരു ബൗളിലേക്ക്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇച്ചിരി എരിവുള്ളതാട്ടോ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഓയിൽ, സാധാ ഓയിൽ മതി. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് കുരുമുളക് പൊടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, അത് ചേർത്ത് കൊടുത്താൽ ഇച്ചിരി ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മുളക് പൊടി ഇച്ചിരി ഒരു എരിവുള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കാത്തതാണ്. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് അങ്ങ് ചേർത്ത് കൊടുത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് മിനിമം ഒരു 1 അവറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം, അത് നിർബന്ധമാണ്. എന്നാലേ നമുക്ക് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 1 അവറിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം ഒരു 1 അവർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊരു പാൻ എടുത്ത് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ചിക്കൻ പീസ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. കുറഞ്ഞ ഓയിൽ മതി കേട്ടോ, ഒരുപാട് ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. മുക്കി പൊരിക്കല്ല നമ്മൾ ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് അങ്ങ് തിരിച്ചിട്ട് മറിച്ചിട്ട് അങ്ങ് ഒരു എന്താ പറയുക, ഒരു ഫ്രൈ, ഒരു ഗ്രിൽ ടൈപ്പിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ സൈഡും ആവുന്നതിനനുസരിച്ച് തിരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ഇതാ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി വേറെ പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. കണ്ടോ, നമ്മുടെ ചിക്കൻ ഫ്രൈ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അത് ഉണ്ടാക്കി നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം ഞാൻ കാണിച്ചു തന്ന ആ ഒരു മാരിനേറ്റ് ചെയ്തെടുക്കുന്ന പേസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇച്ചിരി വെറൈറ്റി തന്നെയല്ലേ. അപ്പോൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും മറക്കാതെ ചെയ്തേക്കണം കേട്ടോ, അത് മറക്കരുത്. അപ്പോൾ ഇതുപോലെ മറ്റൊരു റെസിപ്പിയുമായി ഷറാസ് ഫുഡ് ഹബിൽ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.